ഷാനിപ്പൈരൂരാണ് കേട്ടോ. അപ്പോൾ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഒരു സ്പെഷ്യൽ ഫുഡ് കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ സാധാ ഫുഡ് എന്ന് വെച്ചാൽ നല്ല പുത്തരിച്ചോറും അതിലേക്കുള്ള വിഭവങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് തയ്യാറാക്കി. അതിലുപരി അവിടുത്തെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നല്ല മീൻ വറുത്താണ്. അതും ലൈവായിട്ട് ഒരു കായലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഹോട്ടലാണ്. അത്യാവശ്യം ഒരുപാട് സൗഹൃദങ്ങളൊക്കെ വന്ന് ഫുഡ് കഴിക്കുന്ന ഒരു ഏരിയയാണ്. എന്തായാലും അവിടെ സ്പെഷ്യൽ മീനെന്ന് വെച്ചാൽ കരിമീനാണ്. ലൈവായിട്ട് കരിമീൻ പിടിച്ച് കായൽ കരിമീൻ പിടിച്ച് പൊരിച്ച് അതിങ്ങനെ നല്ല പുത്തിരിച്ചോറിൽ ഇങ്ങനെ കൂട്ടിക്കുഴച്ച് തിന്നുന്ന ഒരു സ്പെഷ്യൽ ഹോട്ടലാണ്. അപ്പോൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്, വിശേഷങ്ങൾ കാണാം. കണ്ടില്ലേ, അത്യാവശ്യം നല്ല തിരക്കുണ്ട് കാറുകൾ കിടക്കണൊക്കെ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്രയും തിരക്കുണ്ടാവാനുള്ള കാരണം എന്ന് വെച്ചാൽ തൊട്ടടുത്ത് കാണുന്ന ആ വീട്ടിലായിരുന്നു ആദ്യത്തൊക്കെ ഭക്ഷണം കൊടുത്തിരുന്നത്. പിന്നെ അവരുടെ ഭക്ഷണത്തിൻ്റെ രുചി അറിഞ്ഞ് വരുന്ന കസ്റ്റമേഴ്സൊക്കെ കൂടി വന്നപ്പോൾ തൊട്ടടുത്തുള്ള ആ ഒരു സ്പേസ് അവർ നല്ല രീതിയിൽ ഇങ്ങനെ മോഡിഫൈ ചെയ്ത്, ഇത് മുമ്പൊക്കെ വളരെ സാധാരണ രീതിയിലുള്ളൊരു ഹോട്ടലായിരുന്നു. പിന്നെ തിരക്ക് കൂടുന്നതിനനുസരിച്ചിട്ട് അവർ പതുക്കെ ഇതിൻ്റെ ഒരു മോഡിഫൈ ഒക്കെ അടിപൊളിയാക്കി ഇഷ്ടപ്പെട്ട് വരുന്ന നല്ല ഭക്ഷണം, കരിമീനും അതേപോലെ പുത്തരിച്ചോറൊക്കെ ഇഷ്ടപ്പെട്ട് വരുന്ന കസ്റ്റമേഴ്സിന് അവർ സ്നേഹത്തോടെ വിളമ്പി കൊടുക്കുന്നത് കാണുമ്പോൾ തന്നെ ആ കാണുന്നവരും കൂടി കഴിക്കും. അതാണ് ഇവിടുത്തെ ഈ ഒരു ഭക്ഷണത്തിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ. ലൈവാണ് കേട്ടോ, എല്ലാ മീനും ലൈവാണ്. പിന്നെ കടലിൽ നിന്നുള്ള മീനുകളൊക്കെ സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ പോലും പുഴമീൻ ഈ പൊരിക്കുന്നതൊക്കെ കരിമീനും അതേപോലെ മാലാനും കണ്ണനും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പൊരിക്കുന്നതൊക്കെ ലൈവാണ്. പിന്നെ അവരുടെ നമ്മളോടുള്ള ആ ഒരു പെരുമാറ്റം എപ്പോഴും സ്നേഹത്തോടെ ചിരിച്ച് വിളമ്പി തന്നു കഴിഞ്ഞാൽ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് അവിടുന്ന് പോരാ, മനസ്സിന് തൃപ്തിയായിട്ട്. അപ്പോൾ ഒരുപാട് ഷോപ്പുകൾ നമ്മൾ ഭയങ്കരമായിട്ട് അഡ്വർടൈസ്മെൻറ്റൊക്കെ കണ്ടിട്ടുണ്ട്, ചോറും മീനും ചോറും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് അഡ്വർടൈസ്മെൻ്റ് ഒന്നും ഈ ഷോപ്പിനില്ല കേട്ടോ. ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഏകദേശം എടപ്പാൾ റൂട്ടിൽ മാറഞ്ചേരി, എരമംഗലം മാറഞ്ചേരി പുത്തമ്പള്ളിയിൽ നിന്ന് പോകുമ്പോൾ അത്താണിക്കുന്ന് നമ്മൾ പൂക്കരത്ര റോഡ് അയിലക്കാട് വഴി പോകുമ്പോഴാണ് ഈ ഒരു ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ എടപ്പാളിൽ നിന്ന് വരുമ്പോൾ നടുവട്ടത്ത് തിരിഞ്ഞിട്ടൊക്കെ വരാം, അംസക്കച്ചേരിയിൽ തിരിഞ്ഞിട്ട് വരാം. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടുത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നിട്ട് ഇവിടുത്തെ ഭക്ഷണം കഴിക്കണം. അത് ചോറിൻ്റെ കൂടെ നമുക്ക് നല്ല രുചിയോടുകൂടി നല്ല മാങ്ങ ലൈവായിട്ടൊക്കെ ചില സമയത്ത് അവിടെ അച്ചാറുണ്ടാക്കും, മാങ്ങ അച്ചാറും അവിടുത്തെ കൂട്ടുകറികളൊക്കെ നല്ല അടിപൊളി, പപ്പടം, മീൻ വറുത്തതൊക്കെ ഭയങ്കര സ്പൈസി ആൻഡ് ടേസ്റ്റിയാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു സന്തോഷമാണ് പ്രിയ സുഹൃത്ത് പവിത്ര നമുക്ക് കാണിച്ചു തന്നത്. ഓക്കെ, പിന്നെ ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഭയങ്കരമായിട്ട് മുറിക്കുന്ന ബില്ലൊന്നുമില്ല. ആവശ്യത്തിന് സാധാരണക്കാർക്ക് വേണ്ടി നല്ല കരിമീനും ചോറും കഴിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം. പിന്നെ ഇതിൻ്റെ കൂടെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി പായസം കിട്ടും. ഞങ്ങൾ പായസം കുടിക്കാൻ മറന്നിട്ട് വീണ്ടും ഞങ്ങൾ തിരിച്ചു പോയിട്ട് പായസം കുടിക്കേണ്ട ഒരു അവസ്ഥ വന്നു കിട്ടുന്നു. പിന്നെ ഇതിൻ്റെ അറ്റ്മോസ്ഫിയർ നേരത്തെ പറഞ്ഞ പോലെ പുഴ, അതേപോലെ അവിടുത്തെ ആ ഒരു ആംബിയൻസ് അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം നമുക്ക് അവിടെ ഇരുന്നിട്ട് നമുക്ക് വിശ്രമിക്കാനുള്ള ഒരു ഏരിയ വേറെ ഉണ്ട്. അവിടെ നമുക്ക് കുറേ നേരം ഇരിക്കാം. പിന്നെ മറ്റുള്ള കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് അവിടെ സൊറ പറഞ്ഞിരിക്കാം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഹോട്ടലിനോടനുബന്ധിച്ചിട്ട് അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ പായസം കുടിക്കാൻ വേണ്ടി മറന്നു. പായസം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ഓരോ പായസം കേട്ടോ, ഓരോ ടേസ്റ്റായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പായസം കുടിക്കാൻ ആരും ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പോകുമ്പോൾ മറക്കരുത്. കാരണം അവിടെ തിരക്കുകളുണ്ട്, ചിലപ്പോൾ അവർ സെർവ് ചെയ്യാൻ മറന്നു പോലും നമ്മൾ ചോദിച്ച് വാങ്ങണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാങ്ങ അച്ചാർ ലൈവായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് തരും. അത് കൂട്ടി ആ അച്ചാർ മാത്രം കൂട്ടി കഴിക്കാൻ തന്നെ ഇവിടുത്തെ പുത്തിരിച്ചോറ് ഭയങ്കര രസമാണ്. അപ്പം മറക്കണ്ട, ഈ ഒരു ഹോട്ടൽ ഞാൻ നേരത്തെ പറഞ്ഞ അഡ്രസ്സിൽ ഈ വഴി പോകുമ്പോൾ ഒന്ന് കയറി ഒന്ന് കഴിച്ചു നോക്കുക. മനസ്സ് നിറയും. സന്തോഷത്തോടെ വിളമ്പിത്തരുന്ന നല്ല ഭക്ഷണം നമ്മൾ ഒരിക്കലും മറക്കില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലെങ്കിലും ഇവിടുന്ന് കഴിക്കാൻ ശ്രമിക്കുക. ആ ഒരു ശ്രമം നിങ്ങൾക്കൊരിക്കലും
ബുദ്ധിമുട്ടാവില്ല, അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല എന്ന് തീർത്തും ഉറപ്പിച്ചു പറയാണ്. അപ്പോൾ ഈ ഹോട്ടൽ മറക്കാതിരിക്കുക. അയലക്കാട് പോകുന്ന വഴിയാണ്, പാലം കഴിഞ്ഞ് തൊട്ടടുത്ത്. ഓക്കെ, അപ്പോൾ ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കഴിക്കാത്തവർ പോയി കഴിച്ച് കമൻറ്റ് ചെയ്യുക. ഓക്കെ.